അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വയർലെസ് ലോക്കൽ ലൂപ്പ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ പല കമ്പ്യൂട്ടേഴ്സായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് തന്നെ എത്ര ടൈപ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് പറയുന്നത് ലാൻ ഉണ്ട്, മാൻ ഉണ്ട്, വാൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ലാൻ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്പെഷ്യാലിറ്റി എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ലാൻ എന്ന് പറയുമ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് അല്ലേ. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ ആ കമ്മ്യൂണിക്കേഷൻ നടക്കുക. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ക്യാമ്പസ്, അങ്ങനെയുള്ള ഒരു ഹോം, അങ്ങനെ ഒരു സ്പെഷ്യൽ ഒരു ഇതിലൊക്കെ എന്ത് ചെയ്യുള്ളൂ, കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് വയേർഡ് രീതിയിലും നടക്കാം, എന്ത് രീതിയിലും നടക്കാം, വയർലെസ് ആയിട്ടും നടക്കാം. അപ്പോൾ വയേർഡ് രീതിയിലുള്ളത് നമ്മൾ സാധാ ലാൻ എന്ന് തന്നെയാണ് പറയുന്നത്, വയേർഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ വയർലെസ് രീതിയിലാണ് നമ്മൾ ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. So it is a wireless distribution method for 2 or more devices that use high frequency radio waves and often include an access point to internet. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ, വയർലെസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. എ WLAN allows users to move around the coverage area of a home or small office while maintaining a network connection. അപ്പോൾ ഹോം, ഓഫീസ് അങ്ങനെയുള്ള സംഭവങ്ങളിലാണ് നമ്മൾ WLAN യൂസ് ചെയ്യുന്നത്. അപ്പോൾ WLANs യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് IEEE 802.11 സ്റ്റാൻഡേർഡ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് മാർക്കറ്റഡ് അണ്ടർ ദ നെയിം വൈഫൈ. അപ്പോൾ ഈ IEEE 802.11 എന്ന് പറയുന്ന രണ്ട് മോഡ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് അഡ്ഹോക്ക് മോഡും രണ്ടാമത്തത് ഇൻഫ്രാസ്ട്രക്ചർ മോഡും. അഡ്ഹോക്ക് മോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ യൂണിറ്റ്സ്, മൊബൈൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ്ലി പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മൊബൈൽ യൂണിറ്റ്സ് ആദ്യം ഒരു ആക്സസ് പോയിൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ ആക്സസ് പോയിൻറ്റ് പിന്നെ മറ്റ് നെറ്റ്വർക്ക്സുമായിട്ട് എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ നടക്കുന്നത്. ഇനി IEEE 802.11 കുറിച്ച് തന്നെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് എത്ര ഫ്രീക്വൻസി ബാൻഡാണ് യൂസ് ചെയ്യുന്നത്, ഏത് സ്പെക്ട്രം ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ IEEE 802.11 സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. അപ്പോൾ ബേസിക്കലി WLAN എന്ന് പറയുമ്പോൾ ഏതൊരു കമ്പോണൻ്റ് ആണോ WLAനുമായിട്ട് കണക്ട് ചെയ്യുന്നത് അതിന് നമ്മൾ എന്തെന്നാണ് പറയുന്നത്, സ്റ്റേഷൻ. എവറി കമ്പോണൻറ്റ് ദാറ്റ് കണക്ട്സ് ടു എ WLAN ഈസ് കൺസിഡേർഡ് ആസ് എ സ്റ്റേഷൻ ആൻഡ് ഫാൾസ് ഇൻ ടു വൺ ഓഫ് ദ ടു കാറ്റഗറീസ്. ഈ സ്റ്റേഷൻ ആയിരിക്കും, ആ സ്റ്റേഷൻ തന്നെ ഏതെങ്കിലും രണ്ട് കാറ്റഗറി ആയിരിക്കും ഉണ്ടാവുക. ഒന്നെന്ന് പറയുന്ന ആക്സസ് പോയിൻറ്റ്സ് ആയിരിക്കും, അതല്ലെങ്കിൽ എന്തായിരിക്കും, ക്ലയൻസ് ആയിരിക്കും. ആക്സസ് പോയിൻറ്റ്സ് ട്രാൻസ്മിറ്റ്സ് ആൻഡ് റിസീവ് റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽസ് with device able to receive transmitted signal. They normally function as routers. അപ്പോൾ ഈ ആക്സസ് പോയിൻറ്റ്സ് ഈ ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ആക്സസ് പോയിൻറ്റ്സ് എവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആക്സസ് പോയിൻറ്റ്സ് എന്ന് ബേസിക്കലി റൗട്ടറായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും, ഒന്നീ ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു ബേസ് സ്റ്റേഷനായിട്ട് വ്യൂ ചെയ്യാം. നെക്സ്റ്റ് ക്ലയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ സർവീസസ് ഒക്കെ എന്ത് ചെയ്യും, യൂസ് ചെയ്യുന്ന ഡിവൈസസ്. അതായത് clients may include a variety of devices such as desktop computers, workstations, laptop computers, IP phones and other cell phones and smartphones. അപ്പോൾ അങ്ങനെയുള്ള ഡിവൈസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലയൻസ് എന്ന് പറയുന്നത്. All stations able to communicate with each other are called basic service sets. അപ്പോൾ ഈ സ്റ്റേഷൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്റ്റേഷൻസിനെയും നമ്മൾ പറയുന്നത് എന്തെന്നാണ്, ബേസിക് സർവീസ് സെറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബേസിക് സർവീസ് സെറ്റ്സ് തന്നെ രണ്ട് ടൈപ്പ് വരാം, ഇൻഡിപെൻഡൻറ്റും വരാം, ഇൻഫ്രാസ്ട്രക്ചറും വരാം. ഇൻഡിപെൻഡൻറ്റ് BSS exist when two clients communicate without using APs but cannot connect to any other BSS. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് BSS എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്തായിരിക്കും, അതിലുള്ള രണ്ട് ക്ലയൻസിന് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ആക്സസ് പോയിൻറ്റ്സ് ഉണ്ടാകത്തില്ല.
പക്ഷേ ഈ ബി എസ് എസ്സിന് മറ്റൊരു ബി എസ് എസ്സുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ബി എസ് എസ്സിനുള്ളിൽ തന്നെയുള്ള 2 ക്ലയൻസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ടൈപ്പിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ബേസിക് സർവീസ് സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ WLANസിന് നമ്മൾ എന്തെന്നും പറയും, പിയർ ടു പിയർ ഓർ ആൻ അഡ്ഹോക്ക് WLANs എന്നും പറയപ്പെടും. രണ്ടാമത്തെ ബേസിക് സർവീസ് സെറ്റാണ് ഇൻഫ്രാസ്ട്രക്ചർ BSS. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ പ്രത്യേകത എന്തായിരിക്കും, അവരെന്തായാലും ആക്സസ് പോയിൻറ്റ്സ് യൂസ് ചെയ്ത് അവർക്ക് വേണമെങ്കിൽ മറ്റൊരു BSSലോട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ നടത്താം. അപ്പോൾ ഇതാണ് ബേസിക്കലി WLANൻ്റെ ഒരു വർക്കിംഗ്. അപ്പോൾ ഈ ഫിഗറിൽ തന്നെ നമുക്ക് കാണാം, ഡിഫറെൻറ്റ് ഡിവൈസസ് കണക്റ്റഡ് ആണ് ആക്സസ് പോയിൻ്റ് വഴി. ഈ ആക്സസ് പോയിൻ്റ് എന്ന് പറയുന്ന റൗട്ടറായിട്ടോ അല്ലെങ്കിൽ ബേസ് സ്റ്റേഷനായിട്ടൊക്കെ നമുക്ക് വ്യൂ ചെയ്യാം. അപ്പോൾ അത് വേറൊരു വയേർഡ് സെർവറുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇതാണ് WLANൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൊടുത്തിട്ടുണ്ട്. അഡ്വാൻറ്റേജ് എന്തായിരിക്കും, വയർലെസ്ലി നമുക്ക് കണക്ട് ചെയ്യാം, കേബിൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എന്താണ്, നമുക്ക് ബിൽഡിംഗ് ഒന്നും വയർ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്മാൾ ഡിവൈസസിന് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. പിന്നെ റേഞ്ച് വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, റിപ്പീറ്റേഴ്സൊക്കെ യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ WLANൻ്റെ റേഞ്ച് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെക്യൂരിറ്റി ആയിരിക്കും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ സെക്യൂർ ആകണമെന്നില്ല, ഏത് ഡിവൈസിന് വേണമെങ്കിലും നമുക്ക് ഈ WLANലോട്ട് കണക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് വേണമെങ്കിൽ അത് എൻക്രിപ്റ്റ് ചെയ്ത ഒരു പ്രശ്നം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇൻ്റർഫറൻസിന് മോർ സസെപ്റ്റബിൾ ആയിരിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് വരുന്നത്. അപ്പോൾ ബേസിക്കലി ഒരു WLAN എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈഫൈ ആയിട്ട് വ്യൂ ചെയ്യാം. നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, PAN. PAN represents the interconnection of information technology devices within the range of an individual person, typically within 10 meter. ഇപ്പോൾ PAN പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, പേരിൽ നിന്ന് തന്നെ അറിയാം, ഒരു ഇൻഡിവിജ്വൽ പേഴ്സണിനടുത്ത് ഉള്ള ഡിവൈസസിന് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നു ആ ഒരു റേഞ്ചിൽ. അതായത് ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ ടിപ്പിക്കലി 10 മീറ്റർ റേഞ്ചിലൊക്കെയാണ് എന്ത് കൊടുക്കുന്നത്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആക്സസ് കൊടുക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ലൈക്ക് എ പേഴ്സൺ വൈൽ ട്രാവലിംഗ് വിത്ത് എ ലാപ്ടോപ്പ്, PDA ആൻഡ് പോർട്ടബിൾ പ്രിൻറ്റഡ് could interconnect them without having to plug in anything or by using some form of wireless technology. അപ്പോൾ ഈ PAN എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ കയ്യിലുള്ള നമ്മുടെ അടുത്തുള്ള ഡിവൈസസ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ പറ്റും. അപ്പോൾ ഈ PAN എന്ന് പറയുന്നത് നമുക്ക് ഐദർ എന്ത് യൂസ് ചെയ്യാം, കേബിൾ വയേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, വയർലെസ് ടെക്നോളജി യൂസ് ചെയ്യാം. ഇപ്പോൾ കേബിൾ വഴിയുള്ള ഒരു വയേർഡ് കണക്ഷൻ PAN ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഫയർവൈ ടെക്നോളജി അല്ലെങ്കിൽ USB കേബിളൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. ഇനി വയർലെസ് PAN ആണെങ്കിൽ, അതായത് റേഡിയോ വേവ്സ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഫ്രാറെഡ് കണക്ഷൻ അല്ലെങ്കിൽ ബ്ലൂടൂത്തൊക്കെ നിങ്ങൾ ഫെമിലിയറാണ് ആ വേർഡ്സൊക്കെ. അപ്പോൾ അത് ഒരു വയർലെസ് PANന് എക്സാമ്പിളാണ്. അപ്പോൾ ഈ ബ്ലൂടൂത്ത് PANs തന്നെ ഒത്തിരി ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അതിന് എന്തെന്നും പറയും, ഈ ബ്ലൂടൂത്ത് PANസിനെ വേറൊരു പേരിൽ അറിയപ്പെടും, പിക്കോനെറ്റ് എന്ന് അറിയപ്പെടും. പിക്കോനെറ്റ് എന്നോ പൈക്കോനെറ്റ് എന്നോ എന്ത് വേണോ പ്രൊണൗൺസ് ചെയ്യാം. അപ്പോൾ ഒരു പിക്കോനെറ്റിൻ്റെ സ്ട്രക്ചറാണ് നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തേക്കുന്നത്. So a piconet is formed by composition of up to 8 devices in a master-slave relationship. അപ്പോൾ ഒരു പിക്കോനെറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഒരു 8 ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യും. എങ്ങനത്തെ രീതിയിൽ, ഒരു മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബ്ലൂടൂത്ത് ഡിവൈസ് ഈസ് കാൾഡ് മാസ്റ്റർ. ആദ്യത്തെ ബ്ലൂടൂത്ത് ഡിവൈസിന് നമ്മൾ പറയുന്ന പേരെന്തായിരിക്കും, മാസ്റ്റർ. ആൻഡ് ആൾ അതർസ് ആർ സ്ലേവ്സ്. ബാക്കിയെല്ലാം എന്തായിരിക്കും, സ്ലേവ്സ്. അപ്പോൾ ഒരു ഡിവൈസ് ഫസ്റ്റ് ഒരു ടേൺ ഓൺ ആക്കുന്ന ബ്ലൂടൂത്ത് ടേൺ ഓൺ ആക്കുന്ന ആ ഒരു ഡിവൈസിനെ നമ്മൾ മാസ്റ്റർ എന്ന് പറയും. ബാക്കിയുള്ള എല്ലാം അതിൻ്റെ സ്ലേവായിട്ട് അതുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ സ്ലേവ്സ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ മാസ്റ്റർ വിത്തിൻ എ റേഞ്ച് ഓഫ് 10 മീറ്റർ. അപ്പോൾ ഒരു 10 മീറ്റർ റേഞ്ചിൽ ഈ സ്ലേവ്സിന് മാസ്റ്ററുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, ഒരു വയർലെസ് പാനാണ്. അത് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്തായിരിക്കും, IEEE 802.15 സ്റ്റാൻഡേർഡായിരുന്നു. WLAN പറഞ്ഞപ്പോൾ ഏത് സ്റ്റാൻഡേർഡായിരുന്നു, IEEE 802.11 ആയിരുന്നു. ഇത് IEEE 802.15 ആണ്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ്സ് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി ഇത് തന്നെ നമ്മൾ പറഞ്ഞു ബ്ലൂടൂത്തിൻ്റെ ഏകദേശം വർക്കിംഗ് പറഞ്ഞാൽ ബ്ലൂടൂത്തിൻ്റെ തന്നെ കുറച്ചുകൂടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാണ്. അപ്പോൾ ബ്ലൂടൂത്ത് ഈസ് എ ഷോർട്ട് റേഞ്ച് വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ദാറ്റ് അലോസ് ഡിവൈസസ് സച്ച് ആസ് മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പെരിഫറൽസ് ടു ട്രാൻസ്മിറ്റ് ഡാറ്റ ഓർ വോയിസ് വയർലെസ്ലി ഓവർ എ ഷോർട്ട് ഡിസ്റ്റൻസ്. അപ്പോൾ ടിപ്പിക്കലി ആ ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ എത്രയായിരിക്കും, റേഞ്ച് എന്ന് പറയുന്നത് വിത്തിൻ എ റേഞ്ച് ഓഫ് 10 മീറ്റർ ആയിരിക്കും. The purpose of Bluetooth is to replace the cables that normally connect device while still keeping the communication between them secure. ഇപ്പോൾ ബ്ലൂടൂത്ത് എന്ന് പറയുന്ന പേര് 10th സെഞ്ച്വറിയിൽ ഡാനിഷ് കിങ് ആണ് ആ പേര് നെയിം ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഹിസ്റ്ററി ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ബാൻഡ് ഏതാണെന്ന് നോട്ട് ചെയ്യുക. 2.4 GHz ISM ബാൻഡിലായിരിക്കും ബ്ലൂടൂത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം ടെക്നിക് ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. IEEE സ്റ്റാൻഡേർഡ് ഏതായിരിക്കും, 802.15. മോഡുലേഷൻ യൂസ് ചെയ്യുന്നത് ഗോസിയൻ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ആയിരിക്കും. ഡാറ്റ റേറ്റ് എത്രയായിരിക്കും, ആ ട്രാൻസ്ഫർ റേറ്റ് 1 Mbps വരെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏതാണ് ബ്ലൂടൂത്തുമായിട്ട് റിലേറ്റ് ചെയ്തത്. അപ്പോൾ ബ്ലൂടൂത്ത് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഏതാണ് ആ പിക്കോനെറ്റ് സ്ട്രക്ചറൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ എഴുതാം. വേണമെങ്കിൽ നമുക്ക് പാൻ എന്താണെന്ന് എഴുതി തുടങ്ങാം. വയർലെസ് പാൻ എന്താണെന്ന് അറിയാം, വയേർഡും ഉണ്ട് വയർലെസ്സും ഉണ്ട്. ആ വയർലെസ് പാനിൽ തന്നെ വരുന്നതാണ് എന്ത്, ബ്ലൂടൂത്ത്. അപ്പം മാർക്ക് അനുസരിച്ച് നിങ്ങൾ എഴുതാൻ പഠിച്ചിരിക്കണം. ലാസ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് വൈമാക്സ് ടെക്നോളജി. അപ്പോൾ വൈമാക്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡ് ചെയ്യുന്നത് വേൾഡ് വൈഡ് ഇൻ്ററോപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ്. ദിസ് ടെക്നോളജി എനേബിൾസ് യൂണിവേഴ്സൽ ഡെലിവറി ഓഫ് വയർലെസ് ബ്രോഡ്ബാൻഡ് സർവീസ് ഫോർ ഫിക്സഡ് മൊബൈൽ യൂസേഴ്സ്. ദ ടെക്നോളജി ഈസ് ബേസ്ഡ് ഓൺ IEEE 802.16 സ്റ്റാൻഡേർഡ് ആൻഡ് യൂസസ് OFDMA. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഏതായിരിക്കും, IEEE 802.16 ആയിരിക്കും. 802.11 ആണെങ്കിൽ WLAN, 802.15 ആണെങ്കിൽ ബ്ലൂടൂത്ത്, 802.16 ആണെങ്കിൽ വൈമാക്സ്. ആൻഡ് മൾട്ടിപ്പിൾ ആക്സസ് എന്തായിരിക്കും, ആക്സസിങ് ടെക്നോളജി ഏതായിരിക്കും, ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് ആയിരിക്കും. അപ്പോൾ ഈ വൈമാക്സിനെ നമ്മൾ എന്തെന്നും പറയപ്പെടും, വയർലെസ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്സ് എന്നും പറയപ്പെടും. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് തന്നെ LAN ഉണ്ട്, WAN ഉണ്ട്, MAN ഉണ്ട്. അപ്പോൾ അതിൽ MAN എന്താണെന്ന് അറിയാം, അത് വയർലെസ്ലി കണക്ട് ചെയ്യുന്ന ആ ഒരു ടെക്നോളജിക്ക് ഇക്വലൻ്റ് ആണ് എന്ത്, വൈമാക്സ്. ദിസ് ടെക്നോളജി പ്രൊവൈഡ്സ് ബ്രോഡ്ബാൻഡ് വയർലെസ് കണക്ടിവിറ്റി അക്രോസ് എ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ സച്ച് ആസ് എ മെട്രോ സിറ്റി. അപ്പോൾ അതിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞത് ലാൻഡിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അതായത് ഒരു മെട്രോ സിറ്റി വരെയുള്ള ആ ഒരു റേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ കവർ ചെയ്യാൻ പറ്റും. മൊബൈൽ വൈമാക്സ് ഈസ് ബേസ്ഡ് ഓൺ IEEE 802.16E സ്റ്റാൻഡേർഡ് വിച്ച് പ്രൊവൈഡ്സ് മൊബിലിറ്റി ആൻഡ് റോമിംഗ് ആക്സസ്. അപ്പോൾ മൊബൈൽ വൈമാക്സ് എന്ന് പറയുന്നത് 0.16E സ്റ്റാൻഡേർഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് യൂസസ് OFDMA ഇൻ്റർഫേസ് ആൻഡ് ഗീവ് ബെറ്റർ പെർഫോമൻസ് ഇൻ നോൺ ലൈൻ ഓഫ് സൈറ്റ് എൻവയോൺമെൻറ്റ്സ്. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ WLAൻ്റെയും WPAൻ്റെയും ആ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു മൊബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ഒരു 100 മാക്സിമം പോയാൽ 100 മീറ്റേഴ്സ് വരെയൊക്കെ എന്ത് വരുള്ളൂ, ആ ഒരു മൊബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് വരുള്ളൂ. അതുമല്ല ലൈൻ ഓഫ് സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു കാര്യം നമുക്ക് വൈമാക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കുറച്ചുകൂടെ ഡിസ്റ്റൻസ് കൊണ്ട് നമുക്ക് നോൺ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷനും പോസിബിളാണ്. പിന്നെ ഡിഫറെൻറ്റ് ബാൻഡ്സ് അവൈലബിൾ ആണ് വൈമാക്സ് ആപ്ലിക്കേഷൻസിന്. ഫ്രീക്വൻസി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസീസ് കൊടുത്തിട്ടുണ്ട്. 3.5 ആൻഡ് 5.8 GHz ഫോർ 802.16D, 2.3, 2.5, 3.5 GHz ഫോർ 802.16E.
കുറച്ച് റേഞ്ചുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂസ് ചെയ്യുന്ന 2 കീ ടെക്നോളജീസ് ഏതൊക്കെയാണ്? ഓഫ്ഡിയോവും പിന്നെ എന്താണ് മിമോ ടെക്നോളജിയും ആയിരിക്കും. അതെന്താണെന്നൊന്ന് വായിച്ചു നോക്കാം. ഇനി വൈമാക്സ് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് IP ബേസ്ഡ് വൈമാക്സ് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ. അപ്പോൾ ഒരു ആർക്കിടെക്ചറിൽ മെയിൻലി പറയുകയാണെങ്കിൽ 3 ബ്ലോക്സാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് മൊബൈൽ സ്റ്റേഷന്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ ആക്സസ് സർവീസ് നെറ്റ്വർക്കും, തേർഡ് വൺ എന്ന് പറയുന്നത് കണക്ടിവിറ്റി സർവീസ് നെറ്റ്വർക്കും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ 3 ബേസിക് കമ്പോണൻസ് ആണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ കുറേ കമ്പോണൻസ് വരുന്നുണ്ട്. അപ്പോൾ മൊബൈൽ സ്റ്റേഷൻസ് ഉണ്ട്, ആക്സസ് സർവീസ് നെറ്റ്വർക്ക്, അതിൻ്റെ ഉള്ളിൽ തന്നെ ബേസ് സ്റ്റേഷൻ, ആക്സസ് നെറ്റ്വർക്ക് ഗേറ്റ് വേ ഉണ്ട്. അത് IP നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അതെങ്ങോട്ടാണ് കണക്ഷൻ പോകുന്നത്? കണക്ടിവിറ്റി സർവീസ് നെറ്റ്വർക്ക്. അവിടെ നമ്മൾ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അങ്ങനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സർവീസ് പ്രൊവൈഡേഴ്സ് കാണും. അവരെന്ത് ചെയ്യും? ടിപ്പിക്കൽ സർവീസസ് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഈ PSTN-ആവാം, അങ്ങനെ പല സർവീസ് പ്രൊവൈഡേഴ്സ് കാണും. അവർ ഈ IP നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്ത് മൊബൈൽ സ്റ്റേഷനുമായിട്ട് എന്ത് കൊടുക്കും? പല സർവീസസ് ഓഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ ആർക്കിടെക്ചറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. സെവറൽ കമ്പോണൻസ് ഉണ്ട്. ബേസിക്കായിട്ട് വരുന്ന 2 കമ്പോണൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് എല്ലാത്തിലും വരുന്നത് പോലെ തന്നെ ഒരു ബേസ് സ്റ്റേഷനും കാണും, എന്തും കാണും, മൊബൈൽ സ്റ്റേഷനും കാണും. മൊബൈൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി യൂസറിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേഷനെയാണ് എന്തെന്ന് പറയുന്നത്? മൊബൈൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പോർട്ടബിൾ ആൻഡ് ഇറ്റ് ഈസ് ഏബിൾ ടു മൂവ് ടു വൈഡ് ഏരിയാസ് ആൻഡ് പെർഫോം ഡാറ്റ ആൻഡ് വോയിസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിൽ തന്നെ ട്രാൻസ്മിറ്റർ കാണും, റിസീവർ കാണും, ആൻറ്റിന കാണും, ആംപ്ലിഫയർ കാണും. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ട ഏതൊക്കെ സോഫ്റ്റ്വെയർ ഉണ്ടോ അതെല്ലാം ഒരു മൊബൈൽ സ്റ്റേഷനിൽ കാണും. സോ ദ ആർക്കിടെക്ചർ ഈസ് ബേസ്ഡ് ഓൺ പാക്കറ്റ് സ്വിച്ച്ഡ് ഫ്രെയിംവർക്ക്. ആൻഡ് ദ മൊബൈൽ സ്റ്റേഷൻ യൂസസ് GSM, CDMA, അങ്ങനെ പല ടെക്നോളജീസ് മൊബൈൽ സ്റ്റേഷൻസ് യൂസ് ചെയ്യും. അപ്പോൾ ASN എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇവിടെ നമുക്ക് ഫിഗറിൽ കാണാം. ASN ഈ ഒരു പാർട്ടാണ്. അതായത് മൊബൈൽ സ്റ്റേഷൻ കണക്ട് ചെയ്ത് ചെല്ലുന്ന ആ ഒരു ബബിൾ പോലത്തെ ഒരു സംഭവം കണ്ടോ? ക്ലൗഡ് പോലത്തെ. അപ്പോൾ അതാണ് ആക്സസ് സർവീസ് നെറ്റ്വർക്ക്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയേറ്റ്സ് റേഡിയോ ആക്സസ് എലോങ് ദ ആക്സസ് സർവീസ് നെറ്റ്വർക്ക് ഗേറ്റ്വേസ്. The gateway controls the access in the network and coordinates between data and networking elements. ഡാറ്റയും നെറ്റ്വർക്ക് എലമെൻസും തമ്മിലുള്ള കോർഡിനേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഗേറ്റ്വേസ് ആയിരിക്കും. ഈ ഗേറ്റ്വേസിനെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് എന്ത്? ആക്സസ് സർവീസ് നെറ്റ്വർക്ക്. ഇനി കണക്ടിവിറ്റി സർവീസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ബേസിക്കലി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റർനെറ്റോ ഏത് ഡാറ്റ ഏത് സർവീസാണോ ആ ഒരു കണക്ടിവിറ്റി കൊടുക്കുന്ന ഒരു നെറ്റ്വർക്കാണ് എന്ത്? കണക്ടിവിറ്റി സർവീസ് നെറ്റ്വർക്ക്. ഇറ്റ് ആൾസോ അപ്ലൈസ് പെർ യൂസർ പോളിസി മാനേജ്മെൻറ്റ്, അഡ്രസ് മാനേജ്മെൻറ്റ്, ലൊക്കേഷൻ മാനേജ്മെൻറ്റ് ബിറ്റ്വീൻ ദ ASNs. അപ്പോൾ വേറെ പല ഫങ്ഷൻസും അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ക്വാളിറ്റി ഓഫ് സർവീസൊക്കെ എൻഷുർ ചെയ്യും. റോമിങ്, സെക്യൂരിറ്റി ഇതുപോലുള്ള ഇഷ്യൂസൊക്കെ അത് കൺട്രോൾ ചെയ്യുന്നതാണ്. ASP എന്ന് പറയുന്നത് ആക്സസ് സർവീസ് പ്രൊവൈഡർ ആയിരിക്കും. ഈ ലാസ്റ്റ് പോർഷൻ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു പോർഷൻ ASP. പിന്നെ ഹോം ഏജൻറ്റ് ഉണ്ടായും. ഹോം ഏജൻറ്റ് വിത്തിൻ ദ വൈമാക്സ് നെറ്റ്വർക്ക് ഈസ് ലൊക്കേറ്റഡ് വിത്തിൻ ദ CSN. ഹോം ഏജൻറ്റ് വർക്ക്സ് ഇൻ കൺജക്ഷൻ വിത്ത് ദ ASN ഗേറ്റ്വേ ടു പ്രൊവൈഡ് ആൻ എഫിഷ്യൻറ്റ് end-to-end മൊബൈൽ IP സൊല്യൂഷൻ. പിന്നെ ഒരു ഓതൻറ്റിക്കേഷൻ ആൻഡ് അക്കൗണ്ടിങ് സെർവർ ഉണ്ടായിരിക്കും ആ CSN-ൽ തന്നെ. എന്തെങ്കിലും ഓതൻറ്റിക്കേഷൻ പ്രോബ്ലം അങ്ങനെയുള്ള ഓതൻറ്റിക്കേഷനോ ഓതറൈസേഷൻ അങ്ങനെയുള്ള ഒരു പ്രോബ്ലംസ് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസിന് അങ്ങനെ ഒരു സെൻറ്ററും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണക്ടിവിറ്റി സർവീസ് നെറ്റ്വർക്കിൽ തന്നെ വേറൊരു ബ്ലോക്ക് വരുന്നുണ്ട്, OSS ഓർ BSS. അപ്പോൾ OSS ഓർ BSS എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്? പല സർവീസസ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് OSSും BSSും യൂസ് ചെയ്യുന്നത്. OSS എന്ന് പറഞ്ഞാൽ
ഓപ്പറേഷൻ സപ്പോർട്ട് സിസ്റ്റവും BSS എന്ന് പറയുന്നത് ബിസിനസ് സപ്പോർട്ട് സിസ്റ്റം എന്നാണ്. OSS എന്ത് ചെയ്യും? ഓപ്പറേഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യും. BSS എന്ത് ചെയ്യും? ഈ ഓപ്പറേഷൻസ് ഓഫർ ചെയ്യുന്ന സർവീസസ് യൂസേഴ്സുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി IP ബേസ്ഡ് വൈമാക്സ് ആർക്കിടെക്ചർ. വൈമാക്സിനെ പറ്റി ഒരു ക്ലിയർ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ സോഴ്സ് റെഫർ ചെയ്യാം. ഓക്കെ.